2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും. തുടർന്ന് ഓഗസ്റ്റ് 31-നും സെപ്റ്റംബർ 1-നും ടിയാൻജിനിൽ നടക്കുന്ന SCOയുടെ 25ാമത് കൗൺസിൽ ഓഫ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇതിന് ഈ പുതിയ സാഹചര്യത്തിൽ വളരെ പ്രധാനമാണ് പ്രധാനമന്ത്രിയുടെ യാത്രകൾ. അദ്ദേഹം ജപ്പാനിലേക്ക് പോകുന്നു, ചൈനയിലേക്ക് പോകുന്നു, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു. അവിടെയൊക്കെ നമ്മുടെ വിപണി സാധ്യതകൾ തുറക്കുക എന്ന ലക്ഷ്യം കൂടി ഈ യാത്രയ്ക്കുണ്ട്, അല്ലേ? രജിത്ത്, തീർച്ചയായും. കാരണം 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാനിലെത്തിയത്. ഇന്ന് പുലർച്ചയോടുകൂടിയാണ് അദ്ദേഹം ടോക്കിയോയിൽ ലാൻഡ് ചെയ്യുകയും ചെയ്തത്. പരമ്പരാഗത രീതിയിൽ അദ്ദേഹത്തെ വളരെ പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് അവിടെ ഒരുക്കുകയും ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷമാണ് ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗേരു ഒപ്പം അദ്ദേഹം ഉച്ചകോടിയിൽ പങ്കെടുക്കുക. ഒപ്പം തന്നെ നമുക്കറിയാം, വളരെ ദീർഘകാലത്തെ ബന്ധം ഇന്ത്യയും ജപ്പാനും തമ്മിലുണ്ട്. കഴിഞ്ഞ 7 വർഷത്തിനിടെ ഇതാദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജപ്പാൻ സന്ദർശിക്കുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ വ്യാപാര രംഗത്തിന് പുറമെ സുരക്ഷ, ഒപ്പം തന്നെ പ്രതിരോധം, സമ്പദ് വ്യവസ്ഥ, സാങ്കേതിക വിദ്യ, ജനങ്ങൾ തമ്മിലുള്ള വിനിമയം തുടങ്ങിയ മേഖലയിലെ സുപ്രധാന തീരുമാനങ്ങൾ ഉണ്ടാകും. സുപ്രധാന കരാറുമായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പിടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ താരിഫ് യുദ്ധമൊക്കെ ഇങ്ങനെ നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ വളരെ നിർണായകമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ജപ്പാൻ സന്ദർശനം. അതിനിടെ ജപ്പാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നേരത്തെ US 25% തീരുവ പ്രഖ്യാപിച്ചുവെങ്കിൽ അത് 15% കുറയ്ക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ടായിരുന്നു. അതിന് പിന്നാലെ ജപ്പാൻ അമേരിക്കയ്ക്ക് 550 ബില്യന്റെ നിക്ഷേപം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് യുഎസിലേക്ക് ജപ്പാന്റെ പ്രതിനിധി ഇന്ന് പോകാനിരിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. പക്ഷേ US-മായി ചില വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് കുറച്ചധികം കൂടിയാലോചനകൾ സർക്കാർ തലത്തിൽ നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ യാത്ര റദ്ദാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി ജാപ്പനീസ് എംബസി വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ ഒരു സന്ദർശനവുമായി ബന്ധപ്പെട്ട് ചേർത്ത് വായിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. അത് ഏതെങ്കിലും തരത്തിൽ നിലവിലെ സാഹചര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ജപ്പാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഏഷ്യൻ കൺട്രീസിനെതിരെ ഇത്തരത്തിൽ അമേരിക്ക ചുമത്തിക്കൊണ്ടിരിക്കുന്ന അധിക തീരുവ അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത നടപടിയാണ് എന്ന് പല രാജ്യങ്ങളും പരസ്യമായി തന്നെ പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടെ പല രാജ്യങ്ങളും ഒപ്പം ചേരണമെന്നുള്ള, അതായത് ബ്രിക്സ് രാജ്യങ്ങളെയൊക്കെ ഒപ്പം കൂട്ടിക്കൊണ്ട് ഏകദേശം 20 രാജ്യങ്ങളോ ചേർത്ത് വെച്ചുകൊണ്ട് ഇതിനെതിരെ പരസ്യമായി പ്രതിഷേധത്തിന് രംഗത്ത് വരാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി രാജ്യങ്ങൾ എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു മീറ്റിംഗ് തന്നെയാണ് ഇന്ന് ജാപ്പനീസ് പ്രധാനമന്ത്രി മോദി നടത്താൻ പോകുന്നത്. എന്തായാലും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ചില കരാറുകളിലൊക്കെ ഒപ്പിടുമെന്നുള്ള ഒരു വിവരങ്ങൾ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതിനുശേഷം അദ്ദേഹം ഇന്ത്യൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കും. ഒപ്പം തന്നെ വളരെ വിപുലമായിട്ടുള്ള മറ്റു പരിപാടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിവിധ ബിസിനസ് സമ്മിറ്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. അതിലെല്ലാം തന്നെ നരേന്ദ്രമോദി പങ്കെടുക്കുകയും ചെയ്യും. നാളെ വൈകിട്ടോടു കൂടിയാണ് അദ്ദേഹം ചൈനയിലേക്ക് പുറപ്പെടുക. അതാണ് സാഹചര്യം. ഏതായാലും ചൈന സന്ദർശനം നിർണായകമാണ്. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി വർഷങ്ങൾക്ക് ശേഷമാണ് ചൈന പോലെ നമ്മൾ അത്ര സുഖകരമല്ലാത്ത വിദേശ ബന്ധമുള്ള ഒരു രാജ്യം സന്ദർശിക്കുന്നത്. അതൊക്കെ പുതിയ സാഹചര്യത്തിൽ നിർണായകമാണ് എന്നതും സംശയമില്ല. MG മിഥുനാണ് ഏറ്റവും വിശദമായി തന്നെ വിവരങ്ങൾ പങ്കുവച്ചത്.